ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഹോം ബർഗർ വീട്ടിൽ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ നമുക്കിന്നൊരു ബൗളിൽ ഞാൻ ചിക്കന്, ഉപ്പ്, പിന്നെ ഇച്ചിരി മുളക് പൊടി, കുരുമുളക് പൊടി, മസാല, പിന്നെ ഒരു നാരങ്ങ പിഴിഞ്ഞങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം എന്താ ചെയ്യുന്നത് നോക്കുക, ഒരു തക്കാളിയും കൂടെ ഒഴിക്കണം. ഞാൻ തക്കാളിയെല്ലാം ഒഴിക്കേണ്ട, തക്കാളി സോസാണ്. സോസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ തക്കാളി എടുത്തത്. അപ്പം ഇത് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ, എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ബർഗറാണ്. നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ ഇങ്ങനത്തതല്ല കിട്ടുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു ഇത് ഹോം ബർഗറാണെന്ന്. അപ്പം ഇതിലേക്ക് ഇനി ചിക്കൻ മസാലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് ഒരു പാൻ അടുപ്പത്തിലേക്ക് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് അതിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. എടുത്തതിന് ശേഷമാണ് നമ്മളിനി അടുത്ത പരിപാടികൾ. അതിനായിട്ട് ഞാൻ ഒരു ഇരുമ്പ് ചട്ടി അത് ഞാൻ വെച്ചിട്ടുണ്ട്. അടുപ്പത്തിൽ വെച്ചതിന് ശേഷം ഞാനിത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ചിക്കൻ തിളച്ച എണ്ണയിൽ കിടന്ന് അങ്ങനെ ആയി വരണുണ്ട്. അപ്പം ഇത് നിങ്ങളുടെ ഷോപ്പിൽ നിന്ന് പറഞ്ഞ് നല്ല ചിക്കൻ കട്ട് ചെയ്ത് വാങ്ങിക്കഴിഞ്ഞാൽ, ഇത് ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് വാങ്ങിയിട്ട് നല്ല റൗണ്ടിന് ഇതിന് കട്ട് ചെയ്തെടുത്തതാണ്. ഇച്ചിരി വലുതായിരുന്നു, പക്ഷേ ഇത് ഫ്രൈ ആയി വന്നപ്പോഴത്തേക്ക് അതിങ്ങനെ നന്നായിട്ട് അങ്ങ് ഷേപ്പ് ചെറുതായി പോയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വലിയ വ്യത്യാസങ്ങളൊക്കെ ഇതിൽ വരും. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങും പോലെ ആയിരിക്കില്ല. പിന്നെ കുട്ടികൾക്കൊക്കെ നമുക്ക് കൊടുക്കാമല്ലോ, പെട്ടെന്ന് ചിക്കൻ ഉണ്ടെങ്കിലും നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുമല്ലോ. പിന്നെ ഞാനിനി അതിൽ വെക്കാനുള്ള സവോള കട്ട് ചെയ്യുകയാണ്. അത് നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യണം. പിന്നെ അതുപോലെ ടൊമാറ്റോ ഞാൻ കട്ട് ചെയ്ത് നല്ല റൗണ്ടിന് കട്ട് ചെയ്ത് എടുക്കുകയാണ്. അടുത്ത് നമുക്ക് വേണ്ടത് ക്യാപ്സിക്കാണ്. ക്യാപ്സിക്കം അതിനകത്ത് വെച്ച് കൊടുക്കേണ്ടതാണ്. ബർഗറിനകത്ത് നമ്മൾ കുറേ ലെയർ വെച്ച് കൊടുക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി അടുത്ത് വേണ്ടത് ക്യാപ്സിക്കം കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ റൗണ്ടായിട്ട് കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് ഞാനിത് ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. നന്നായിട്ട് വഴറ്റില്ല എങ്കിലും ഒന്ന് എടുക്കുകയാണ്. ആ പച്ച ഒരു ഇത് മാറ്റിയെടുക്കാനാണ്. അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇതാകുമ്പോഴത്തേക്ക് ഒരു ഫ്ലേറ്റ് കഴിക്കുമല്ലോ. പിന്നെ 2 മുട്ട ഉടച്ചൊഴിച്ചിട്ട് ഒരു ശകലം ഉപ്പ് ഇട്ട് അതിനെ നന്നായിട്ട് പാന് ചൂടായിട്ട് അതിലേക്ക് ഒഴിച്ച്, പക്ഷേ ഇതിനെ ഞാൻ നന്നായിട്ട് ഇങ്ങനെ കറക്കി അങ്ങ് എടുക്കില്ല. ഈ ഒരു ഷേപ്പിൽ തന്നെ അങ്ങ് പൊള്ളിച്ചെടുക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ആ ബന്നിൻ്റെ ആ ഒരു സൈസിനാണ് ഞാൻ എടുത്തത്. അപ്പോൾ നമുക്ക് ചീസിന് പകരമൊക്കെ ഇതൊക്കെ അങ്ങ് വെച്ച് ആഡ് ചെയ്ത് കൊടുക്കാമല്ലോ. നമ്മൾ ഹോം ബർഗർ എന്ന് വെച്ചാൽ വീട്ടിൽ ചെയ്യുന്ന ഇതാണ് ഞാൻ കാണിക്കുന്നത് നിങ്ങളെ. പെട്ടെന്ന് ചെയ്തെടുക്കാം. പിന്നെ ഇനി ഇതിലേക്ക് ഞാൻ ചെയ്യുന്ന തക്കാളി സോസാണ്. ഈ തക്കാളി സോസ് ഞാൻ വീട്ടിൽ ചെയ്തതാണ്. അപ്പോൾ തക്കാളി സോസ് ചെയ്ത വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടുള്ള എല്ലാവർക്കും താങ്ക്സ് പറയുന്നു. കാണാത്തവർ ഞങ്ങളുടെ ആ വീഡിയോ കണ്ടാട്ടെ എന്ന് പറയുന്നു. അപ്പോൾ അതുപോലെ ഇനി സവാള വെച്ചു. ഫസ്റ്റത്തെ ലെയർ എന്താണ് വെച്ചത്, സോസ്. അത് കഴിഞ്ഞ് സവാള വെച്ചു. 2 ബന്നിലും സവാള വെച്ചിട്ട് അടുത്തിനി വെക്കുന്നത് നമ്മൾ എന്താണെന്ന് നോക്കാമല്ലോ. അപ്പോൾ അടുത്ത് നമ്മൾ ക്യാപ്സിക്കാണ് വെച്ചത്. ക്യാപ്സിക്ക് കട്ട് ചെയ്തപ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ട്. അതിന് റൗണ്ടിൽ ഒരു 4 ഇതൾ പോലെ അതിനകത്ത് നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് വെക്കേണ്ടത് മുട്ടയാണ്. മുട്ട ഞാൻ പറഞ്ഞില്ലേ, ബ്രെഡിൻ്റെ അതൊരു ഷേപ്പിന് എടുത്തതാണ്. ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് എടുത്തു കഴിഞ്ഞാൽ കഴിക്കുന്നവർക്കൊരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പം അത് വെച്ചിട്ടുണ്ട്. നമ്മൾ ചീസിന് പകരമൊന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. അപ്പം ചീസ് വെക്കുന്നവർക്ക് വെക്കാം. ഞാൻ ഇതൊന്നും ചെയ്യാതെ വീട്ടിലുള്ളത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇനി അടുത്ത് ചിക്കൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചിക്കന് ഞാൻ നല്ല റൗണ്ടിന് അരിഞ്ഞെടുത്തതാണ്, പക്ഷെ ഫ്രൈ ചെയ്തപ്പോഴത്തേക്ക് അതിങ്ങനെ ഒരുമാതിരി ചുരുങ്ങി ഇങ്ങനെ വന്ന ഒരു ഷേപ്പായിപ്പോയി. അപ്പം നിങ്ങൾ സൂക്ഷിക്കുക, എടുക്കുമ്പോഴത്തേക്ക് അങ്ങനെ അത് എടുക്കാതെ നല്ല ഇതിക്ക് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി ഞാൻ ക്യാപ്സിക്ക വീണ്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് ഇതിലേക്ക് വീണ്ടും ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേബേജിൻ്റെ ഇതാണ് വെക്കുന്നത്. അതിൻ്റെ ലീഫ് അതിനെ ഞാനിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റേ ബട്ടർ ഇതിലേക്കും വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി വീണ്ടും അടുത്ത ലെയറും കൂടെ വെക്കണം. അടുത്ത ലെയർ എന്ന് പറയുന്നത് വീണ്ടും മുട്ട തന്നെയാണ്. അപ്പോൾ അതിനൊന്ന് ഒരു മുട്ട
പൊരിച്ചതിനെ ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടൊമാറ്റോ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വെജിറ്റബിൾ എല്ലാം ഞാൻ എണ്ണയിലിട്ട് ഒന്ന് വഴറ്റിയതാണ്. കഴിക്കാനൊരു ടേസ്റ്റാണ്. അല്ലെന്നുണ്ടെങ്കിൽ പച്ച ഒരിത് ഉണ്ടാകുമെന്ന് വെച്ച് കുഞ്ഞുങ്ങളാരും കഴിക്കത്തില്ല. ഇത് മക്കളൊക്കെ നന്നായിട്ട് കഴിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് തയ്യാറാക്കിയത്. പിന്നെ ഇനി ഇപ്പോൾ ഉള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും സോസും ഇതൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇതാണ്ട് സോസ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ രണ്ടിടത്ത് സോസ് വയ്ക്കുന്നുണ്ട്. സോസും ചീസും പിന്നെ മയണോസും ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഉള്ളവർക്ക് ഇതിൽ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ അതൊന്നുമില്ല, അപ്പോൾ ഞാൻ വീട്ടിലുള്ളത് വെച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരെയും കാണണം. ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ്സ് ബോക്സിൽ കമൻറ്റ് ഇടണം. പിന്നെ ഞാൻ അതിൻ്റെ അടപ്പ് വെച്ചൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു സ്റ്റിക്കിൽ പേരത്തമ്പഴം മുകളിൽ വെച്ചതിന് കാരണം ചെറിയാണ് വെക്കേണ്ടത്, ചെറി ഇല്ലാഞ്ഞിട്ടുകൊണ്ട് അത് വെച്ചതാണ്. പിന്നെ പ്ലേറ്റിൽ ഡെക്കറേഷന് വേണ്ടി സവോള, ടൊമാറ്റോ, ക്യാബേജിൻ്റെ ലീഫ്, അതുപോലെ ക്യാപ്സിക്കം എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾ മറക്കാതെ ഇനിയുള്ള വീഡിയോസ് എല്ലാം കാണുക. എന്തായാലും ഗൈസ്, പുതിയ മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരേക്കും ഒരു ബൈ നിങ്ങളോട് പറയുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ബർഗർ റെഡിയാക്കണ്ടല്ലോ. ഓക്കെ, ബൈ.